ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണോളം കടലമാവാണ്. കടലമാവ് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ വേണ്ടത് കോഫി പൗഡറാണ്. ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കോഫി ഏത് കോഫിയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ അടുത്തുള്ള ഏത് കോഫി പൗഡർ ആയാലും സാരമില്ല. പക്ഷേ ബ്രൂ കോഫി ആണെങ്കിൽ നമ്മൾ സാധാരണ കോഫി ഫേസ് പാക്കെല്ലാം വെറും കോഫി ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്കെല്ലാം യൂസ് ചെയ്യുമല്ലോ, തൈരെല്ലാം ഇട്ടിട്ടുള്ള ഒരു ഫേസ് പാക്കെല്ലാം ഉണ്ട്. അതിനെല്ലാം ബ്രൂ കോഫീനെ കൊണ്ട് ഭയങ്കര നല്ല റിസൾട്ട് കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ബ്രൂ കോഫി ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് റോസ് വാട്ടറാണ് കേട്ടോ. റോസ് വാട്ടർ പിന്നെ നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് തൈരോ അല്ലെങ്കിൽ പാലോ യൂസ് ചെയ്യുക. ഈ റോസ് വാട്ടർ ഓയിലി സ്കിന്നുള്ളവർക്ക് ഏറ്റവും നല്ലത് പാലിനും തൈരിനും പകരം റോസ് വാട്ടർ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ എടുക്കുക, അല്ലെങ്കിൽ പാലോ തൈരോ യൂസ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് തന്നെ മിക്സ്, ഒട്ടും തന്നെ കട്ടിയൊന്നും കെട്ടാണ്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം തന്നെ നല്ല മഷി പോലെ ആയിട്ട് കിട്ടണം. നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിൽ നല്ലോണം അതിലൊന്ന് നമ്മളിങ്ങനെ അലിയിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ എവിടെയായിട്ട് ആ ഒരു കോഫി പൗഡർ കട്ട കെട്ടി കിടക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഫേസിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ സൺ ടാൻ മാറാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു ഫേസ് പാക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. താടിയുടെ ഭാഗത്തുനിന്ന് മേലേലേക്ക് സർക്കുലാർ മോഷനിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ വെറുതെ നമ്മൾ മസാജ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ഫേസിൽ ഈ തൂങ്ങിപ്പോയ ചർമ്മം എല്ലാം ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടെല്ലാം സഹായിക്കും. ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് മസാജിങ് ആണ്. അപ്പോൾ എല്ലാവരും ഫേസ് വെറുതെ ഒരു കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടെങ്കിലും മസാജ് ചെയ്യാന്നാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയതിന് ശേഷം മാത്രം ഇത് കഴുകിക്കളയുക. അപ്പോൾ ഇതിനി നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. ഞാൻ നല്ലോണം ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ കഴുകുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്നതായിരിക്കും കേട്ടോ. പക്ഷേ അതൊന്ന് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഇനി ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്യാനാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ നല്ല വെയിലത്തെല്ലാം പോയി തിരിച്ച് വന്നാൽ മുഖം നല്ലൊരു ബ്ലാക്ക് അടിച്ചിട്ടുണ്ടാവും. ആ ഒരു ടാന് മാറാൻ വേണ്ടിയിട്ടെല്ലാം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് തന്നെ ഉണ്ടാവും. പക്ഷേ ഇതൊരു 24 hours നിൽക്കും, ഇത് നിലനിൽക്കൊന്നുമില്ല കേട്ടോ. പെർമനൻ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. പിന്നെ ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ഞാൻ ഇതുപോലെ ഒരുപാട് ജ്യൂസ്, ഫേസ് പാക്ക്, ബാത്തിങ് പൗഡർ, ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്, ക്രീം, സെറം, ടോണർ, അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്